എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നവ്യ പറയുന്നുണ്ടല്ലോ, നീ എസ് ഐ ആയിട്ട് വേണം എനിക്ക് രണ്ടുപേരോട് പ്രതികാരം ചെയ്യാൻ, വേറെ ആരുമല്ല എൻ്റെ അമ്മായിമ്മയോടും ഭർത്താവിനോടുമാണ് എന്നിങ്ങനെ പറയും. അന്നേരം എല്ലാവർക്കും സങ്കടമാകുന്നുണ്ട് കേട്ടോ. അന്നേരം നവ്യ പറയുന്നുണ്ട്, വേറെ ഒന്നും കൊണ്ടല്ല മോളെ, ഇപ്പോഴും ചുറ്റിക്കളികളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നല്ല ഇടി കൊടുത്ത് 2 ദിവസം അകത്തെടുത്ത് തരണം, എങ്കിലേ അവൻ നന്നാവുള്ളൂ എന്നൊക്കെ പറയും. അന്നേരം നയന പറയുന്നുണ്ട്, പോട്ടെ ചേച്ചി എല്ലാം ശരിയാകുമെന്ന്. അത് കഴിഞ്ഞ് ആദർശ് വരാമെന്നാണ് പറഞ്ഞേ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. പിന്നെ നന്ദു ട്രെയിനിങ്ങിന് പോയി കഴിഞ്ഞാൽ കുറേ കാലത്തേക്ക് കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള സങ്കടമാണ്. ഇത് പറയുമ്പം കനക പറയുന്നുണ്ട്, ട്രെയിനിങ്ങിന് പോകാനുള്ളതാണ്, അതുകൊണ്ട് വേറെ വഴക്കിലൊന്നും പോയി പെട്ടേക്കരുത്, അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ പോലീസ് യൂണിഫോം ഇടാമെന്നുള്ള ആഗ്രഹം അങ്ങ് പോയി കിട്ടും, അതുകൊണ്ട് അതൊന്നും ചെയ്തേക്കില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം നന്ദു പറയും, ഇല്ല ഞാൻ ഇനി സൂക്ഷിച്ചും കണ്ടുമൊക്കെ ഇടപെടുകയുള്ളൂ, ആവശ്യമില്ലാത്തതിലൊന്നും ഇടപെടാൻ പോകുന്നില്ല എന്ന് പറയും. അന്തേക്കും നവയ്ക്ക് വെച്ചേക്കാൻ തുടങ്ങി. സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ വരുന്ന കാര്യം ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞൊന്നുമില്ലായിരുന്നല്ലോ, അതുകൊണ്ട് ഒന്നും ഉണ്ടാക്കിയില്ല എന്ന് പറയും. ഉണ്ടാക്കാനായിട്ട് പോകുമ്പോൾ ഞാനും വരാമെന്ന് പറഞ്ഞ് കൂടെ നയനയും ചെല്ലുന്നുണ്ട്. അന്നേരവും നവയ്ക്ക് ഭയങ്കര സന്തോഷമാണ് നന്ദു പോലീസ് ആകുന്നതിൽ. എസ് ഐ ആകും, അത് കഴിഞ്ഞ് സി എ ആകും, അത് കഴിഞ്ഞ് പൊളിക്കും എന്ന് പറഞ്ഞപ്പോൾ തുള്ളിച്ചാടുന്ന രീതിയിൽ അത്രയും സന്തോഷമാണ് നവയ്ക്ക്. പിന്നീട് ആദർശിനെയാണ് കാണിക്കുന്നത്. ആദർശ് നയനയുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദേവയാനി വിളിക്കും. എന്നിട്ട് ഈ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നിൻ്റെ ഭാര്യയുടെ അനിയത്തി ഇവിടെ വന്നായിരുന്നു, അവൾക്ക് എസ് ഐ സെലക്ഷൻ കിട്ടിയെന്ന്, ഇത് അവളും എല്ലാം അറിഞ്ഞായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, അവൾ അറിയുകയും ചെയ്തു, അവൾ അവളുടെ ചേച്ചിയും കൂട്ടി അങ്ങോട്ട് പോവുകയും ചെയ്തു എന്ന് പറയും. അന്തേക്കും ദേവയാനി, പോക്കൊക്കെ കഴിഞ്ഞോ, ഇപ്പോൾ ഇതിനിടയ്ക്ക് എപ്പോഴാണ് നവ്യ അങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പം ആദർശ് പറയുന്നുണ്ട്, ചേച്ചി അനിയത്തിയെ വിളിച്ചായിരുന്നു, രണ്ടുപേർ കൂടെ ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു, പിന്നെ ഞാനും അവളോട് പറഞ്ഞു, ഇത്രയും നല്ലൊരു കാര്യം അറിഞ്ഞിട്ട് നേരിട്ട് പോയി അഭിനന്ദിച്ചില്ല, ശരിയാകിയല്ല, പൊയ്ക്കോളാൻ ഞാനും പറഞ്ഞു എന്ന് പറയും. അന്നേരം ദേവയാനി ചോദിക്കുന്നുണ്ട്, അവൾ എന്നിട്ട് ഇന്ന് തന്നെ തിരിച്ചു വരും, അത് അവിടെ നിൽക്കുമോ എന്ന് ചോദിക്കുമ്പം, ഇങ്ങനൊരു നല്ല ന്യൂസ് അറിഞ്ഞിട്ട് 2 ദിവസം അവിടെ നിൽക്കട്ടെ അമ്മയെന്ന് പറയും. പക്ഷേ ദേവയാനിക്ക് അത് ഇഷ്ടമല്ല. കാരണം നയനെ കാണാതെ ദേവയാനിക്ക് ഇരിക്കാൻ മേല, അത് തുറന്നു പറയാൻ കഴിയില്ല. അതുകൊണ്ട് ദേവയാനി പറയുവാണ്, അതൊന്നും നടക്കുകയില്ല, അവൾ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ കൂടെ നീയും നിൽക്കും, നിന്നെ കാണാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല, അതുകൊണ്ട് ഇന്ന് വൈകിട്ട് 6 മണി ആകുന്നതിന് മുമ്പ് 2 എണ്ണം ഇങ്ങോട്ട് തിരിച്ചു വന്നേക്കണം എന്ന് ദേവയാനി പറയുവാണ്. അന്നേരം ആദർശ് ചോദിക്കുന്നുണ്ട്, അമ്മേ അവൾ 2 ദിവസം അവിടെ നിൽക്കട്ടെ, ഇന്ന് തന്നെ കൊണ്ടുപോകാനോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ദേവയാനി സമ്മതിക്കത്തില്ല കേട്ടോ. അങ്ങനെ അവൾ അവിടെ നിന്ന് ശരിയാക്കിയല്ല, ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകാനും വേണമെങ്കിൽ അവളെ ചേച്ചി അവിടെ നിന്നോട്ടെ എന്നാണ് ദേവയാനി പറയുന്നത്. അന്നേരം ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഫോം വെച്ച് ചെയ്യുമ്പോൾ ആദർശം ഓർക്കുക, അമ്മയുടെ ഒരു കാര്യം, അവൾക്കൊരു 2 ദിവസം അവൾ വീട്ടിൽ പോയി പോലും നിൽക്കാൻ മേലെ, ഇതൊന്നും ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ ആരും സമ്മതിച്ചു തരുന്ന കാര്യമൊന്നുമല്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട്. പക്ഷേ ദേവയാനിയുടെ മനസ്സിൽ നയന അവിടെ നിൽക്കരുത്, നയനേനെ എന്നും കണ്ടുകൊണ്ടിരിക്കണം ദേവയാനിക്ക്, അവിടെ തിരിച്ചു വരാൻ വേണ്ടിയാണ് ദേവയാനി അത് പറയുന്നത്. അത് കഴിഞ്ഞുള്ള ദേവയാനിയുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. പിന്നെ കാണിക്കുന്ന അനാമികയാണ്. അനാമികയ്ക്ക് നന്ദു അവിടെ വന്നിട്ട് പോയത് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഏതായാലും ടെൻഷനോടെ ഇരിക്കുന്ന അനാമികയുടെ അടുത്തോട്ട് ജലജ വരും. എന്നിട്ട് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് അങ്ങ് ആളി കത്തിക്കാമെന്നോർത്താണ് വരുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അവളിവിടെ വന്നിട്ട് പോയത്, നന്ദു ഇവിടെ വന്നിട്ട് പോയത് മോൾക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല അല്ലേ, എന്തൊരു ഗതികേടാണ്, അവൾ എസ് ഐ ആയിട്ടുണ്ടെങ്കിൽ നമ്മളെയൊക്കെ മിക്കവാറും വല്ല കള്ളക്കേസിലും കൊടുക്കുമെന്ന് പറയും. അന്നേരം അനാമിക പറയുന്നുണ്ട്, പിന്നെ അങ്ങനെ കൊടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ല, അവൾ വെറും എസ് ഐ അല്ലേ, എൻ്റെ അച്ഛൻ അങ്ങ് DGP വരെ ഉള്ളവരുമായിട്ട് ബന്ധമുണ്ട് പിന്നെയല്ലേ എന്ന് പറയും. അന്നേരം ജലജ മനസ്സിലോർക്കുന്നുണ്ട്, പിന്നെ DGP വരെ ഉള്ളവരുമായിട്ട് ബന്ധം, എന്നിട്ടാണോ വീട്ടിൽ കയറി തല്ലി ചതച്ചിട്ട് അതാരാണ് എന്ന് പോലും ഇതുവരെ കണ്ടുപിടിക്കാത്തത്, ചുമ്മാ അങ്ങ് പറഞ്ഞോളൂ എന്നിങ്ങനെ ജലജ മനസ്സിലോർക്കും. എന്നിട്ട് ജലജ പിന്നെയും പറയുവാണ്, അവൾ എസ് ഐ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കേസ് കുത്തിപ്പൊക്കി എടുത്തുകൊണ്ട് വരും, നമ്മളെ കഷ്ടപ്പെടുത്തും, ആ കാര്യം ഉറപ്പാണ് എന്ന് പറയും. അന്നേരം ഇതെല്ലാം കേൾക്കുമ്പം അനാമികയ്ക്ക് ടെൻഷൻ ആവുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അവളെ എസ് ഐ ആകാൻ വിടരുത് മോളെ, എന്തെങ്കിലും ചെയ്ത് അവളെ എസ് ഐ ആകുന്നത് തടയണം, അങ്ങനെ തടയാൻ പറ്റുമോ എന്ന് മോളെ അച്ഛനോടൊന്ന് ചോദിച്ചു നോക്ക്, എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറയും. അന്നേരം അതിനെപ്പറ്റി ഇങ്ങനെ ഓർക്കുന്നുണ്ട്. അനാമികയ്ക്ക് നല്ല ടെൻഷനുണ്ട്. അതിൻ്റെ കൂടെ ജലജ പറയുവാണ്, അതല്ലെന്നേ, അവള് എസ് ഐ ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ നടന്ന കുറച്ച് സംഭവങ്ങളില്ലേ, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവിടുന്ന് മോളുടെ ഒരു നെക്ലേസ് കാണാതെ പോയില്ലായിരുന്നു ഏട്ടത്തി തന്നത്, അതുപോലെ നവ്യയ്ക്ക് കുടിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച പാല് കുടിച്ചാണ് ഏട്ടത്തി ഹോസ്പിറ്റലായത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കുത്തിപ്പൊക്കിക്കൊണ്ട് വരാൻ, മിക്കവാറും അവൾ അതെല്ലാം കുത്തിപ്പൊക്കിക്കൊണ്ട് വരികയും ചെയ്യും, എന്നിട്ട് നിരപരാധികളായ നമ്മളെ പിടിച്ച് അതിലിടുകയും ചെയ്യും, അതിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്, പിന്നെ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അവൾ അതിനുള്ള വകുപ്പ്
വകുപ്പൊക്കെ ഉണ്ടാക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അനാമികയ്ക്ക് നല്ല ടെൻഷൻ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ കൂടെ ജലജ ചോദിക്കുന്നുണ്ട്, അവളെ എസ് ഐ ആകുന്ന കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി കാണുമല്ലോ, അവൻ്റെ പ്രതികരണം എന്തായിരുന്നു എന്ന് ചോദിക്കും. അന്നേരം അനാമിക പറയുന്നുണ്ട്, അവന് നല്ല സന്തോഷമായിരുന്നു, ഇനിയിപ്പോൾ ഇതിൻ്റെ പേര് എന്തെങ്കിലും സമ്മാനം വരെ മേടിച്ചു കൊടുക്കുമോ അറിയത്തില്ല എന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട്, മിക്കവാറും സമ്മാനമൊക്കെ കൊടുക്കും, അതിനുള്ള വകുപ്പുണ്ടല്ലോ, 3 ബ്രാഞ്ച് അവൻ്റെ കയ്യിലല്ലേ, അവിടുന്ന് എന്തെങ്കിലും സ്വർണ്ണം എടുത്തുകൊണ്ട് കൊടുത്താൽ പോലും ആരും അറിയില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും സഹിക്കാൻ പറ്റുന്നില്ല അനാമികയ്ക്ക്. ഏതായാലും എസ് ഐ ആകുന്നത് എങ്ങനെയെങ്കിലും തടയണം, അല്ലെങ്കിൽ ശത്രുക്കൾ ബലം പ്രാപിക്കുന്നത് നമുക്ക് ആപത്താണ് എന്നൊക്കെ പറഞ്ഞ് അത്യാവശ്യം കയറ്റിയിട്ട് ജലജ അങ്ങ് പോവുക. പിന്നെ കാണിക്കുന്നത് നയനയുടെ വീട്ടിലെ ആഘോഷമാണ്. അവരെല്ലാവരും കേക്ക് എടുത്ത് വെച്ച് മുറിക്കാൻ തുടങ്ങുമ്പോഴാണ് ആദർശ് വരുന്നത്. ആദർശ് കയറി വരുമ്പം നയന പറയുന്നുണ്ട്, ഇന്നിപ്പം വരുമോ എന്ന് സംശയമായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ കേക്ക് മുറിക്കാൻ തുടങ്ങിയത് എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, ഞാൻ വരുമെന്ന് പറഞ്ഞിരുന്നല്ലേ, എന്നിട്ട് എന്നെ ഒഴിവാക്കി കേക്ക് മുറിക്കാൻ തുടങ്ങിയല്ലേ എന്ന് ഒരു പരിഭവം പറഞ്ഞിട്ട് ഏതായാലും കേക്ക് മുറിക്കാൻ പറയും. കേക്ക് മുറിച്ച് എല്ലാവരും വായിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ആഘോഷമൊക്കെ കഴിയുമ്പോഴേക്കും ആദർശ് പറയും, ഇവിടെ നീതിബോധമുള്ള ഒരു എസ് ഐ ഉണ്ടാകാൻ പോവാണ്, അതുകൊണ്ട് ആ എസ് ഐക്ക് ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു സ്വർണ്ണമാല എടുത്ത് നയനയുടെ കയ്യിൽ കൊടുക്കും. എന്നിട്ടത് നന്ദുവിൻ്റെ കഴുത്തിൽ ഇട്ട് കൊടുക്കാൻ പറയും. നയന അത് കഴുത്തിൽ ഇട്ടൊക്കെ കൊടുത്തിരുന്നെങ്കിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. അതിനിടയ്ക്ക് കനക പറയും, ഇപ്പം ഇവിടെ എൻ്റെ മൂത്ത മോളുടെ മരുമകനോട് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സന്തോഷമായിരുന്നു, അതൊക്കെ സാധിക്കുമോ എന്നിങ്ങനെ ചോദിക്കുവാണ്. അന്നേരം ആദർശ് പറയും, അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കേണ്ട, കുറേ കഴിയുമ്പോൾ അവനിലും എന്തെങ്കിലുമൊക്കെ മാറ്റം വരും എന്നിങ്ങനെ പറയുമ്പം നവ്യ പറയുന്നുണ്ട്, ഒരിക്കലും ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല, ഞാൻ അവിടെ ഇല്ലാത്തതാണ് അവനിഷ്ടം, എങ്ങനെയെങ്കിലും പോയി കിട്ടിയാൽ മതി എന്നാണ് അമ്മയും മോനും ഓർക്കുന്നത് എന്നിങ്ങനെ നവ്യ പറയുന്നുണ്ട് കേട്ടോ. അതെല്ലാവർക്കും ഒരു സങ്കടമാകും. അന്നേരം നവ്യ പറയുന്നുണ്ട്, ഇങ്ങനൊരു ആഘോഷ സമയത്ത് അവൻ്റെ പേര് പോലും ഇവിടെ പറയേണ്ട കാര്യമില്ലായിരുന്നു, ഉള്ള സന്തോഷത്തോടെ നഷ്ടപ്പെടും എന്നൊക്കെയാണ് നവ്യ പറയുന്നത്. ഏതായാലും എല്ലാവരുടെയും ആ മൂഡൊന്ന് മാറാൻ വേണ്ടി നമ്മുടെ നന്ദു പറയുന്നുണ്ട്, ഏതായാലും ആഘോഷമൊക്കെ നടന്നില്ലേ, ഞാൻ എസ് ഐ ആകുന്നതിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് നിന്ന് ഈ ഓർമ്മ എന്നും ഉണ്ടാകാൻ വേണ്ടി ഒരു സെൽഫി എടുക്കാമെന്ന് പറഞ്ഞ് സെൽഫി എടുക്കുകയാണ്. എന്നിട്ട് ആ സെൽഫി നവ്യ ജലജയ്ക്ക് അയച്ചു കൊടുക്കും. ജലജ അതുമായിട്ട് ദേവയാനിയുടെ അടുത്ത് ചെല്ലും. എന്നിട്ട് നോക്കിയേ, ഈ ആഘോഷങ്ങളൊക്കെ നോക്കിയേ, അവളുമാർ അവിടെ പോയി ആഘോഷിക്കുന്ന പോട്ടെ, നമ്മുടെ ചെറുക്കിനെ എന്തിനാ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് എന്ന് ചോദിക്കും. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പോകാതിരിക്കുക, അവൻ പോകും, പിന്നെ അവൾ അവിടെ അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ അവന് അവളെ കാണാതിരിക്കാൻ മേലാത്തതുകൊണ്ട് ആകെ വിഷമിച്ച് ഇതിലൂടെ ഓടി നടക്കുന്നത് ഞാൻ കണ്ടുവരും, അതുകൊണ്ട് അവൻ പോകുന്നതിലൊന്നും ഞാൻ ഇടപെടാൻ പോകുന്നില്ല എന്ന് പറയും. അന്നേരം ജലജ മാക്സിമം എരിവ് കയറ്റി കൊടുക്കാൻ നോക്കുന്നുണ്ട്, നമ്മുടെ ചെറുക്കൻ നമ്മുടെ കയ്യിൽ നിൽക്കണം, അവൾമാരുടെ കൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും ഏട്ടത്തിയുടെ മോനെ തിരിച്ച് കിട്ടിയില്ല എന്നൊക്കെ പറയും. അന്നേരവും ദേവേനി അതൊന്നും സാരമില്ല, അവരുടെ ജീവിതമല്ലേ, ഇനിയിപ്പോൾ നമ്മളെല്ലാം ഒതുങ്ങി കൊടുക്കണ്ടേ എന്നൊക്കെയാണ് പറയുന്നത്. അന്നേരം ജലജ വീണ്ടും പറയുന്നുണ്ട്, ഏട്ടത്തി എന്തിനാ അവരെ ടൂറ് വിട്ടത്, ഇനിയിപ്പോൾ അവൾക്കൊരു കൊച്ചുണ്ടായിട്ടുണ്ടെങ്കിൽ ആദർശൻ്റെ തലേന്ന് ഒരിക്കലും അവൾ ഒഴിഞ്ഞു പോകത്തില്ല, അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും. അന്നേരം ദേവേനി പറയുന്നുണ്ട്, അവർക്ക് അങ്ങനെ ഒരു ജീവിതം ഉണ്ടാകണം, നമുക്കും അങ്ങനെയല്ലായിരുന്നു, വിവാഹം കഴിഞ്ഞ് കുഞ്ഞൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതമല്ലായിരുന്നോ വലുത്, അതുപോലെ അവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, അതിലൊന്നും ഞാൻ ഇടപെടാൻ പോകുന്നില്ല എന്നൊക്കെ തന്നെയാണ് ദേവയാനി പറയുന്നത്. ലാസ്റ്റ് സഹിയായിട്ട് ജലജ പറയുവാണ്, ഇങ്ങനെ ഓരോ ന്യായം പറഞ്ഞുകൊണ്ടിരുന്നു, ലാസ്റ്റ് സ്വന്തം മോൻ കൈവിട്ട് പോകുമ്പോഴേ ഏട്ടത്തി അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ അങ്ങ് തുള്ളിച്ചാടി പോവാട്ടോ. അത് കഴിഞ്ഞ് ആ ഫോട്ടോ ദേവയാനിക്ക് അയച്ചു കൊടുത്തായിരുന്നു. ദേവയാനി ആ ഫോട്ടോ എടുത്ത് ഇങ്ങനെ കൈ നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ടിങ്ങനെ മനസ്സിലോർക്കുവാണ്, എനിക്ക് എൻ്റെ മരുമകളെ നന്നായിട്ട് സ്നേഹിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അവളുടെ അനിയത്തിക്ക് ഞാനും ഗിഫ്റ്റ് കൊടുത്തേനെ, സാരമില്ല, ഇനിയിപ്പോൾ ആദർശ് കൊടുത്തല്ലോ, സമാധാനമായി എന്ന് ദേവേനി തന്നെ ആശ്വസിക്കുന്നുണ്ട്. പിന്നെ ബാൽക്കണി കയറി നയനയും ആദർശോട് വരുന്നത് നോക്കിയിരിക്കുവാണ്. അന്നേരമാണ് വണ്ടി കയറി വരുന്നത്. ആദ്യം ആദർശ് ഇറങ്ങും, അത് കഴിഞ്ഞ് നവ്യ ഇറങ്ങും, നയന അത് കഴിഞ്ഞാട്ടോ ഇറങ്ങുന്നത്. അന്തെങ്കിലും പെട്ടെന്ന് അങ്ങ് മുഖം മങ്ങും. നയനെ കാണുന്നതേക്കും മുഖം തെളിയും, ഓടി ഇറങ്ങി വരും. ഈ സമയം അവർ കയറി വരുന്നതിനിടയ്ക്ക് ആദർശ് പറയുന്നുണ്ട്, നിങ്ങളെ രണ്ടുപേരെയും 2 ദിവസം അവിടെ നിർത്താമെന്ന് ഞാൻ ഓർത്താണ്, പക്ഷെ അമ്മ സമ്മതിക്കത്തില്ല, നിന്നെ അങ്ങനെ മാറ്റി നിർത്തണ്ട, നിന്നെ കൊണ്ട് ഇന്ന് തന്നെ വന്നെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് പറയും. അന്നേരം നവ്യ പറയുന്നുണ്ട്, ശരിയാ, 2 ദിവസം നമ്മൾ അവിടെ നിൽക്കുമായിരുന്നെങ്കിൽ അച്ഛനൊരു സന്തോഷമായേനെ, അവൾ ഇനി ട്രെയിനിങ്ങിന് പോയി കഴിഞ്ഞാൽ കുറേ കാലം കഴിഞ്ഞല്ലേ വരുവുള്ളൂ എന്നിങ്ങനെ പറയും. അന്നേരം നയന പറയുന്നുണ്ട്, ആദർശേട്ടൻ്റെ അമ്മയെ അനുസരിക്കണമെന്നാണ് അച്ഛനും അമ്മയും പറഞ്ഞേക്കുന്നത്, അമ്മയെ ധിക്കരിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് അതൊന്നും സാരമില്ല എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് അമ്മയുടെ സ്വഭാവം ഇപ്പം മനസ്സിലാകുന്നില്ല, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല, പക്ഷെ ഇവിടുന്ന് ഞാൻ മാറി നിൽക്കാനും അമ്മ സമ്മതിക്കത്തില്ല, ഇതെന്ത് വിചിത്ര സ്വഭാവമാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നത്തേക്കും വാതിൽ വന്ന് തുറക്കും. തുറന്നിട്ട് ആദ്യത്തെ എക്സ്പ്രഷൻ, ഓ വന്നോ എന്നാണ്.
എന്നിട്ട് നേരെ ദേവേനെ അകത്തോട്ട് കയറി പോകും. അന്നേരം അകത്തേക്ക് കയറി വരുന്ന ആദർശ് പറയുന്നുണ്ട്, അമ്മ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇവളെ കൂട്ടിക്കൊണ്ട് വന്നത്, അല്ലെങ്കിൽ 2 ദിവസം അവിടെ നിർത്തിയേനെ എന്ന് പറയും. അന്നേരം ദേവേനെ പറയുന്നുണ്ട്, അതെങ്ങനെയാ, ഇവളവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ആകെ വിഷമമാണ്, അവളെ കാണാതെ നിനക്ക് ഇരിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഇവളെ കണ്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ നിൻ്റെ വിഷമം അതെനിക്ക് കാണാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞത് എന്ന് പറയും. അന്നേരം നവ്യ പറയുന്നുണ്ട്, ഞാൻ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ആർക്കും ഒരു കുഴപ്പമില്ല, ഞാനിവിടെ ഇല്ലാത്തതാണ് എൻ്റെ അമ്മായിമ്മയ്ക്കും ഭർത്താവിനും ഒക്കെ ഇഷ്ടം. പിന്നെ അമ്മ എന്നോട് പറഞ്ഞു 1.5 മാസം കഴിയുമ്പോൾ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകാനുള്ളതല്ലേ, അതുകൊണ്ട് ഇനിയിപ്പം നിന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങോട്ട് പോരെന്ന് എൻ്റെ അമ്മ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് എന്ന് പറയും. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, അതെ, നേരായ രീതിയിൽ ഈ വീട്ടിലോട്ട് കയറി വന്നായിരുന്നെങ്കിൽ എല്ലാവരെയും അമ്മായിമ്മമാർ സ്നേഹിച്ചേനെ, അതങ്ങനെ അല്ലാത്തത് കൊണ്ടാണല്ലോ സ്നേഹിക്കാൻ പറ്റാത്തത് എന്നിങ്ങനെ പറയും. അന്നേരം ആദർശ് ചോദിക്കുന്നുണ്ട്, അതെന്താ അമ്മ അങ്ങനെ സംസാരിക്കുന്നത്, ഇവിടെ ഏതാണ്ട് ഒരുപാട് സ്വർണ്ണമായിട്ട് കയറി വന്നതാണ് അനാമിക എന്നാണ് എല്ലാവരും പറയുന്നത്, ശരിക്കും അവൾ കൊണ്ടുവന്ന സ്വർണ്ണത്തേക്കാളും 100 ഇരട്ടി പ്രോഫിറ്റ്, 100 ഇരട്ടി നയന നമ്മുടെ കുടുംബത്തിന് ഉണ്ടാക്കി തന്നിട്ടുണ്ട്, അവൾ ഡിസൈൻ വരച്ച് കിട്ടിയ ലാഭം എന്തോരം ഉണ്ടെന്ന് അമ്മയ്ക്കറിയാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അന്നേരം ദേവേനി പറയുന്നുണ്ട്, ഓ ഇവൾ വലിയ ഡിസൈനറാണ്, ഞാൻ സമ്മതിച്ചു, അതിൻ്റെ പേരിൽ ഒരുപാട് ലാഭം ഉണ്ടായിട്ടും ഉണ്ടാവും, അതൊന്നും ഇനി നീ എന്നോട് വിശദീകരിക്കാൻ നിൽക്കണ്ട, നീ ഇവളെ വിളിച്ചുകൊണ്ട് കയറി പോകാൻ നോക്ക് എന്നിങ്ങനെ പറയുന്ന ദേവയാനിയും അത് കേട്ട് ദേഷ്യം വന്ന് നിൽക്കുന്ന ആദർശിനെയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.